ബ്രോഞ്ഞിലെ വിശുദ്ധ ജെറാദ്. 9-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിലാണ് ജെറാദ് ജനിച്ചത്. സമ്പന്നമായ കുടുംബത്തിലെ അംഗമായിരുന്നു അദ്ദേഹം. എന്നാൽ എളിമയും അനുകമ്പയും ലാളിത്യവും ആ ജീവിതത്തിൻ്റെ പ്രത്യേകതയായിരുന്നു. സുഹൃത്തുക്കളോടും ചുറ്റുപാടും ഉള്ളവരോടും കാരുണ്യപൂർണമായ ഇടപെടലുകൾ. ഒരിക്കൽ ഒരു ദിവസം നായാട്ടു കഴിഞ്ഞ് സുഹൃത്തുക്കൾക്കൊപ്പം തൻ്റെ തോട്ടത്തിലൂടെ അദ്ദേഹം തിരികെ വീട്ടിലേക്ക് നടന്നു വരികയായിരുന്നു. വിശപ്പും ദാഹവും ക്ഷീണവും അവരെ തളർത്തിയിരുന്നു. തോട്ടത്തിൽ ഒരു ചാപ്പലുണ്ടായിരുന്നു. വിശ്രമിക്കാനായാണ് ജെറാദ് അവിടെ കയറിയത്. എന്നാൽ ചാപ്പലിൽ പ്രവേശിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മനോഭാവത്തിന് വലിയ മാറ്റമുണ്ടായി. പ്രാർത്ഥിക്കാൻ മനസ്സിൽ നിന്ന് ശക്തമായ പ്രചോദനം. ജെറാദ് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന മണിക്കൂറോളം നീണ്ടുപോയി. വിശപ്പും ദാഹവും ക്ഷീണവും ജെറാദ് മറന്നു. പ്രാർത്ഥനയുടെ സന്തോഷം ജെറാദ് ജീവിതത്തിൽ ആദ്യമായി തിരിച്ചറിയുകയായിരുന്നു. ഭൗതികമായ എല്ലാ ബുദ്ധിമുട്ടുകളും ഒരുവന് പ്രാർത്ഥനയിലൂടെ മറക്കാൻ കഴിയുമെന്ന് ജെറാദ് മനസ്സിലാക്കി. ജെറാദ് ദൈവത്തെ തിരിച്ചറിയുന്ന സമയമായിരുന്നു അത്. ദൈവത്തെ പാടി സ്തുതിക്കുന്ന ഒരു സന്യാസിയായി തീരാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ദൈവവിളിക്കായി ജെറാദ് പ്രാർത്ഥിച്ചു. ഒടുവിൽ വിശുദ്ധ ഡെന്നീസിൻ്റെ സമൂഹത്തിൽ അംഗമായി. പുരോഹിതനായ അദ്ദേഹം 11 വർഷത്തെ സന്യാസ ജീവിതത്തിന് ശേഷം ബ്രോഞ്ഞിലുള്ള ഒരു സ്ഥലത്ത് ആശ്രമം പണിയാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ആശ്രമം പണി പൂർത്തിയായപ്പോൾ കൂടുതൽ ശാന്തതയ്ക്കും പ്രാർത്ഥനയ്ക്കുമായി പള്ളിയോട് ചേർന്നുള്ള ചെറിയൊരു കുടിലിലേക്ക് താമസം മാറി. അവിടെ അദ്ദേഹം തനിച്ചായിരുന്നു. എന്നാൽ ഏറെക്കാലം അപ്രകാരം ശാന്തതയിൽ കഴിയാൻ ജെറാദിന് അവസരമുണ്ടായില്ല. ഫ്ലാൻഡിലെയും നൊമാറയിലെയും ആശ്രമ ഭവനങ്ങൾ സന്ദർശിക്കാൻ അധികാരികൾ ആവശ്യപ്പെട്ടു. അവിടങ്ങളിൽ അംഗങ്ങൾക്ക് നല്ല ചില ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും അനിവാര്യമായിരുന്നു. ഉത്തരവിനെ ചിരാവഹിച്ച് ഏകദേശം 20 വർഷങ്ങൾ ജെറാദ് നീണ്ട യാത്രയിലായിരുന്നു. ത്യാഗങ്ങളോടുകൂടിയ കഠിനമായ ജീവിതമാണ് ജെറാദ് നയിച്ചിരുന്നത്. ഈശോയെ സ്നേഹിക്കുന്നുവെന്ന് അറിയിക്കാൻ ഇത്തരം ത്യാഗങ്ങൾ അദ്ദേഹത്തിന് ആവശ്യമായിരുന്നു. അദ്ദേഹത്തെ കീഴടക്കിക്കൊണ്ടും സ്വയം നിഷേധിച്ചുകൊണ്ടും ചെറിയ പ്രവൃത്തികൾ വാഗ്ദാനം ചെയ്തുകൊണ്ടും ഈശോയിലൂടെയുള്ള സ്നേഹത്തിൽ ജെറാദ് വളർന്നു. അവസാനം അടുക്കാറായി എന്ന് മനസ്സിലാക്കിയപ്പോൾ ബ്രോഗിലെ തൻ്റെ പഴയ കുടിലിലേക്ക് അദ്ദേഹം മടങ്ങി. 959 ഒക്ടോബർ 3 അദ്ദേഹം സമാധാനത്തിൽ മരണമടഞ്ഞു.